ഹായ് ആൾ, വെൽക്കം ടു CC. എൻ്റെ പേര് കൈലാസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ മെക്കാനിക്കലുകാരും ഓട്ടോമൊബൈലുകാരും ഒരുപാട് കാത്തിരുന്ന ഒരു പോസ്റ്റാണ് എന്ത് AMV എന്ന് പറയുന്നത് അല്ലേ. നോട്ടിഫിക്കേഷൻ വന്നു, ജൂലൈ 1 വരെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. എന്നാൽ നമ്മുടെ CCയിൽ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ AMVയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് 4 മൊഡ്യൂൾ മെക്കാനിക്കലും 4 മൊഡ്യൂൾ ഓട്ടോമൊബൈലും ബാക്കി 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുമാണ് അല്ലേ. അതിന് മെക്കാനിക്കലിൽ തന്നെ 4ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ മെഷീൻ എലമെന്റ്സും മെറ്റീരിയൽസും ബോയിലേഴ്സും ആണ്. ഇതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ ബെയറിംഗ്. ഒരു ബെയറിംഗിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ നോക്കിയാലോ. ഇൻക്രീസ് സ്പീഡ്, റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ മൂവിംഗ് പാർട്സ്, ഇൻക്രീസ് ടോർക്ക് ആൻഡ് സ്റ്റോർ എനർജി. നമുക്കറിയാം ബെയറിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ മൂവിംഗ് പാർട്സ്. നമ്മുടെ ഏതെങ്കിലും മൂവിംഗ് പാർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ലോസ് കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീൻ എലമെന്റ് ആണ് എന്ത്? ബെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയേ ഓപ്ഷൻ ബി ആണ് റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ മൂവിംഗ് പാർട്സ്. ഇനി നോക്കിയേ ബെയറിംഗ് സപ്പോർട്ട് റൊട്ടേറ്റിംഗ് പാർട്സ്. എന്താണ്? ഫ്രിക്ഷൻ മാത്രമല്ല കുറയ്ക്കുന്നത്, റൊട്ടേറ്റിംഗ് പാർട്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ വെയറും കുറയ്ക്കുന്നു. അപ്പൊ ഫ്രിക്ഷൻ വഴി ഉണ്ടാകുന്ന തേയ്മാനങ്ങളും അതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്സുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെയിൻ മെഷീൻ എലമെന്റ് ആണ് എന്ത്? ബെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ബെയറിംഗ് സപ്പോർട്ട്സ് ലോഡ് പെർപെൻഡിക്കുലർ ടു ദ ഷാഫ്റ്റ് ആക്സിസ്. അപ്പൊ ഇവിടെ ഓർക്കേണ്ട എന്താണ്? ബെയറിംഗിനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇവിടെ നോക്കിയേ ലോഡ് പെർപെൻഡിക്കുലർ ടു ദ ഷാഫ്റ്റ് ആക്സിസ്. അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കേണ്ട ഒരു കോഡ് ഇവിടെ ഉണ്ട്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ആൻസർ റേഡിയൽ ബെയറിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ നോക്കിയാല് ത്രസ് ബെയറിംഗ്, ജേണൽ ബെയറിംഗ്, റേഡിയൽ ബെയറിംഗ്, ഫുഡ് സ്റ്റെപ്പ് ബെയറിംഗ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കോഡ് എന്താണ്? പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താ? റേഡിയൽ ബെയറിംഗ് ആണ്. അപ്പൊ നോക്കിയേ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയൽ ബെയറിംഗ് ആണ്. ഓക്കെ, റേഡിയൽ ബെയറിംഗ് ക്യാരി ലോഡ്സ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ഷാഫ്റ്റ് ആക്സ്. നമ്മുടെ ഷാഫ്റ്റ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്തതെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ബെയറിംഗ് ഏതാണ്? റേഡിയൽ ബെയറിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബെയറിംഗ് ഈസ് ഡിസൈൻ ടു ക്യാരി ആക്സിയൽ ലോഡ്. ഇത് എന്ത് തന്നെയാ? ബെയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താ? ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ആക്സിയൽ ലോഡ് ആണല്ലേ. അപ്പൊ നമ്മൾ ഓർക്കുക, ആക്സിയൽ ലോഡ് ആണെങ്കിൽ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ത്രസ്റ്റ് ബെയറിംഗ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാല് ആക്സിയൽ ആണെങ്കിൽ ത്രസ്റ്റ് ബെയറിംഗും അതേപോലെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ്? റേഡിയൽ ബെയറിംഗും ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പം ക്വസ്റ്റ്യനകത്ത് ആക്സിയൽ ലോഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ത്രസ്റ്റ് ബെയറിംഗ് ആണെന്നും പെർപെൻഡിക്കുലർ ലോഡിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണത്? റേഡിയൽ ബെയറിംഗ് ആണെന്ന് നമുക്ക് അപ്പൊ തന്നെ മനസ്സിൽ ഉത്തരം വരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ബോൾ ബെയറിംഗ് ബിലോങ് ടു വിച്ച് കാറ്റഗറി. നമ്മൾ പഠിക്കുന്ന ഒരു മെയിൻ ബെയറിംഗ് ആണ് ബോൾ ബെയറിംഗ് അല്ലെങ്കിൽ റോളർ ബെയറിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് തന്നെ ബോൾ ബെയറിംഗ് ഏത് കാറ്റഗറി ആണെന്നാണ് ചോദ്യം. നോക്കിയേ, സ്ലൈഡിംഗ് കോണ്ടാക്ട് ബെയറിംഗ്, റോളിംഗ് കോണ്ടാക്ട് ബെയറിംഗ്, ജേണൽ ബെയറിംഗ്, പിവറ്റ് ബെയറിംഗ്. നമ്മുടെ പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ. ബോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് കണക്ട് ചെയ്ത് പറയാൻ പറ്റും? എന്താണ് അത്? റോളിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ബോൾ ബെയറിംഗ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? റോളിംഗ് കോണ്ടാക്ട് ബെയറിംഗ്സിലാണ് വരുന്നത്. അപ്പൊ നോക്കിയേ, ബോൾ ബെയറിംഗ്സ് യൂസ് റോളിംഗ് എലിമെന്റ്സ്. നമ്മുടെ ചെറിയ സ്പെറിക്കൽ ആയിട്ടുള്ള ബോൾസ് ആണ് നമ്മുടെ യൂസ് ചെയ്യുന്നത്, റോളിംഗ് എലിമെന്റ്സ്. സോ ദേ ആർ റോളിംഗ് കോണ്ടാക്ട് ബെയറിംഗ്. ആ ഒരു റോളേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണത്? റോളിംഗ് കോണ്ടാക്ട് ബെയറിംഗ്സ് ആണ്. അപ്പൊ ബോൾ ബെയറിംഗ്സ് എന്ന് പറയുന്നത് എന്താണ്? റോളിംഗ് കോണ്ടാക്ട് ബെയറിംഗ്സ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഓഫ് എ ജേണൽ ബെയറിംഗ് ഈസ് ഓൾസോ നോൺ. നമ്മൾ ബെയറിംഗ് പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുന്ന നമ്പർ ആണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു നമ്പറിന്റെ വേറൊരു പേരെന്ന് പറയുന്നത് ഓർത്തിരിക്കുക. നമ്മൾ ഈ ഒരു റെയ്ലോൺസ് നമ്പർ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് വരുന്നതാണ്. അതുപോലെ മാക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിൽ വരുന്നതാണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതും നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പല ഫീൽഡിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്ന് പറയുമ്പോൾ അത് ബെയറിംഗിന്റെ ആണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സൊമ്മർഫെൽഡ് നമ്പർ ആണ്. അപ്പൊ എന്താണ്? ഒരു ബെയറിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്ന് പറയുന്നത് അതിന്റെ വേറൊരു പേരെന്താണ്? സൊമ്മർഫെൽഡ് നമ്പർ. അപ്പൊ സൊമ്മർഫെൽഡ് നമ്പർ എന്ന് പറയുമ്പോൾ എന്ത് ഓർക്കണം നിങ്ങൾ? അത് ബെയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പർ ആണെന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്ത്?
ഈ Z/N/P എന്നാണ് നമ്മുടെ ഈ ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പറിന്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ Z എന്ന് പറയുന്നത് അവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, N എന്ന് പറഞ്ഞ സ്പീഡാണ്, P എന്ന് പറയുന്നത് അവിടുത്തെ ബിയറിംഗിന്റെ പ്രഷറാണ്. അപ്പൊ Z/N/P എന്ന് പറയുന്നതാണ് എന്ത്, ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു പേരാണ് എന്ത്, സൊമർഫെൽഡ് നമ്പർ എന്ന് പറയുക. ഇനി നോക്കിയേ, ദ ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ ഈസ് കോമൺലി നോൺ ആസ് സൊമർഫെൽഡ് നമ്പർ. അപ്പോൾ അതിന് വേറൊരു പേര് നമ്മൾ എടുത്ത് പഠിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ എക്സാമിൽ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നതല്ലേ. അപ്പൊ ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്തായിരിക്കും, Z/N/P എന്ന് പറഞ്ഞാൽ എന്താണ് ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ അല്ലെങ്കിൽ സൊമർഫെൽഡ് നമ്പർ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ ബെയറിംഗ് ഈസ് മെയിൻലി ഡ്യൂ ടു. ബെയറിംഗിൽ ഉണ്ടാകുന്ന ഹീറ്റിന്റെ ജനറേഷന്റെ മെയിൻ കാരണം. അപ്പൊ നോക്കിയേ, ഓപ്ഷൻ നോക്കിയാല് കൊറോഷൻ, ഫ്രിക്ഷൻ, വൈബ്രേഷൻ, എക്സ്പാൻഷൻ. നമുക്കറിയാം ഫ്രിക്ഷൻ കാരണമാണ് എന്ത്, അവിടുത്തെ ആ ഒരു കോണ്ടാക്ട് എലിമെന്റ്സിന് ഇടയ്ക്ക് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കാരണമാണ് അവിടെ ഹീറ്റ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ബിയറിംഗിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ടേം ആണ് എന്ത്, ഹീറ്റ് ജനറേഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ഫ്രിക്ഷൻ ആണ്. ഇപ്പൊ ബെയറിംഗ്സിനകത്ത് നോക്കിയേ, ഫ്രിക്ഷൻ ബിറ്റ്വീൻ മൂവിംഗ് പാർട്സ് പ്രൊഡ്യൂസസ് ഹീറ്റ്. അപ്പൊ ബെയറിംഗ്സിനകത്ത് ഈ ഒരു മൂവിംഗ് പാർട്സിന്റെ ഫ്രിക്ഷൻ കാരണമാണ് അവിടെ ഹീറ്റ് ജനറേറ്റ് ആകുന്നത്. അത് ഓർത്തിരിക്കുക. നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് എന്ത്, ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ഉണ്ടാകുന്നു. അത് ബെയറിംഗിലും അതേപോലെയാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പൊ ബെയറിംഗ് കഴിഞ്ഞു. അടുത്ത് നോക്കിയേ, ദ ഫങ്ഷൻ ഓഫ് എ ഗവർണർ. ഗവർണർ നമ്മളെ മെക്കാനിക്കൽ ഗവർണർ ആണ്. ഈ ഗവർണേഴ്സിന് ഫങ്ഷൻ എന്ന് പറയുന്നത് നോക്കിയേ, സ്റ്റോർ എനർജി, റെഗുലേറ്റ് മീൻ സ്പീഡ് ഓഫ് എഞ്ചിൻ, ഇൻക്രീസ് പവർ, റെഡ്യൂസ് ടോർക്ക്. ഈ ഒരു സ്റ്റോർ എനർജി എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാ, ഫ്ലൈ വീലിന്റെ ഫംഗ്ഷൻ ആണ്. ഫ്ലൈ വീലിന്റെ ഫംഗ്ഷൻ ആണ്. അതേപോലെ ഈ ടോർക്ക്, പവർ കൂട്ടുക, ടോർക്ക് കുറയ്ക്കുക എന്നുള്ളതൊന്നും എന്താണ്, ഗവർണറിന്റെ ഫംഗ്ഷൻ അല്ല. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്താണ്, ഈ മീൻ സ്പീഡ് റെഗുലേറ്റ് ചെയ്യുക എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, അത് ഗവർണറിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, റെഗുലേറ്റ് മീൻ സ്പീഡ് ഓഫ് എഞ്ചിൻ. എഞ്ചിന്റെ മീൻ സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് ഒരേപോലെ ആക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്ത്, ഗവർണറിന്റെ ഫംഗ്ഷൻ. ഗവർണേഴ്സ് റെഗുലേറ്റ് ദ മീൻ സ്പീഡ് വൈൽ ലോഡ് ചേഞ്ച്. അപ്പൊ ലോഡ് കൂടുന്ന സമയത്തും ലോഡ് കുറയുന്ന സമയത്തും ഈ സ്പീഡിൽ ഉണ്ടാകുന്ന വേരിയേഷനെ അവോയ്ഡ് ചെയ്ത് എഞ്ചിനെ ഒരു മീൻ സ്പീഡിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് എന്ത്, ഗവർണറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെൻട്രിഫ്യൂഗൽ ഗവർണർ. നമുക്കറിയാം ഫോഴ്സുകൾ പറയുന്ന സമയത്ത് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെന്റിപിറ്റൽ ഫോഴ്സ് ഒക്കെ പറയത്തില്ലേ. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ, സെൻട്രലിൽ നിന്ന് അകന്നു പോകുന്ന ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഫോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് സെന്ററിന് പുറത്തേക്കായിരിക്കും. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ 4 ഓപ്ഷൻ ഉണ്ട്, ഹാർട്ട്നൽ ഗവർണർ, വാട്ട് ഗവർണർ, പോർട്ടർ ഗവർണർ, പിന്നെ ഓൾ ഓഫ് ദി അബോവ്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി വർക്ക് ചെയ്ത് മീൻ സ്പീഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഗവർണർ ആണ് എന്ത്, സെൻട്രിഫ്യൂഗൽ ഗവർണർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഈ ഹാർട്ട്നൽ ഗവർണറും വാട്ട് ഗവർണറും പോർട്ടർ ഗവർണറും ഒക്കെ എന്ത് തന്നെയാണ്, സെൻട്രിഫ്യൂഗൽ ഗവർണറിന്റെ പല ടൈപ്പുകളാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, ഓൾ ഓഫ് ദി അബോവ് ആണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ 3 ഗവർണേഴ്സ് എന്ത് തന്നെയാണ്, സെൻട്രിഫ്യൂഗൽ ഗവർണേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇക്വിലിബ്രിയം സ്പീഡ് ഓഫ് എ ഗവർണർ ഈസ് അറ്റ് വിച്ച്. നമ്മുടെ ഈ ഒരു ഗവർണറിന്റെ ഇക്വിലിബ്രിയം സ്പീഡ് എപ്പോഴാണ് അറ്റൈൻ ചെയ്തത്, അല്ലെങ്കിൽ ഗവർണറിന്റെ ഇക്വിലിബ്രിയം സ്പീഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം. ഓക്കെ, വെൻ എഞ്ചിൻ സ്റ്റോപ്പ്, എഞ്ചിൻ നിൽക്കുമ്പോൾ, അതേപോലെ ഗവർണർ ഈസ് ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ, ഫ്ലൈ വീൽ സ്റ്റോർസ് എനർജി, മാക്സിമം പവർ ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ഇവിടെ നമുക്കത് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. കാര്യം നോക്കിയേ, ഇവിടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പൊ ഓപ്ഷനകത്ത് ഇക്വിലിബ്രിയം പറയുന്നില്ലേ, അപ്പൊ അത് തന്നെയാണ് ആൻസർ. നോക്കിയേ, ഗവർണർ എപ്പോഴാണോ ഇക്വിലിബ്രിയം പൊസിഷനിൽ ആകുന്നത് അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ദ ഇക്വിലിബ്രിയം സ്പീഡ് ഓഫ് എ ഗവർണർ. ഗവർണർ ഇക്വിലിബ്രിയം പൊസിഷനിലാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ആ ഗവർണറിന്റെ ഇക്വിലിബ്രിയം സ്പീഡ് കിട്ടുന്നു. അപ്പൊ കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു പോർഷൻ ആയിരുന്നു. നോക്കിയേ, അറ്റ് ഇക്വിലിബ്രിയം സ്പീഡ് ഗവർണർ ഫോഴ്സസ് ബാലൻസ്. അപ്പൊ ആ ഇക്വിലിബ്രിയം സ്പീഡിൽ എന്താണ്, ഗവർണർ നല്ല ബാലൻസ്ഡ് ആയിട്ട് നിന്ന് നമുക്കൊരു മീൻ സ്പീഡ് പ്രൊവൈഡ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗവർണർ ഈസ് സെഡ് ടു ബി സെൻസിറ്റീവ് വെൻ. ഒരു ഗവർണർ നമ്മൾ പഠിക്കുന്ന സമയത്ത് സെൻസിറ്റിവിറ്റി എന്നൊരു ഫാക്ടർ നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു സെൻസിറ്റിവിറ്റി എപ്പോഴാണ്, അല്ലെങ്കിൽ ആ ഗവർണർ എപ്പോഴാണ് സെൻസിറ്റീവ് എന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ നോക്കിയാൽ, ലാർജ് ചേഞ്ച് ഇൻ സ്പീഡ് കോസസ് സ്മോൾ സ്ലീവ് മൂവ്മെന്റ്. ഈ സ്ലീവ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഈ ഒരു ഗവർണറിന്റെ ഒരു ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആംസ് ഉണ്ടാകും, അതേപോലെ 2 ബോൾസ് ഇവിടെ ഉണ്ടാകും, ഇവിടെ സ്ലീവ് ഉണ്ടാകും. ഓക്കെ, ഈ ഒരു
ഈ ഒരു ബോൾസ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു ബോൾസ് പുറത്തേക്ക് മൂവ് ചെയ്യുകയും ഈ സ്ലീവ് മുകളിലേക്ക് പൊങ്ങുകയും ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഈ ബോൾസ് അടുത്ത് വരുന്തോറും സ്ലീവ് താഴേക്ക് മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കേസുകളാണ് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലാർജ് ചേഞ്ച് ഇൻ സ്പീഡ് കോസസ് സ്മോൾ സ്ലീവ് മൂവ്മെന്റ്. എന്ന് വെച്ചാൽ സ്പീഡിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ചേഞ്ച് വന്നാൽ മാത്രമേ എന്താവത്തുള്ളൂ, സ്ലീവ് മൂവ് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്മോൾ ചേഞ്ച് ഇൻ സ്പീഡ് കോസസ് ലാർജ് സ്ലീവ് മൂവ്മെന്റ്. എന്ന് വെച്ചാൽ ചെറിയൊരു സ്പീഡ് വേരിയേഷൻ വരുമ്പോൾ തന്നെ എന്തുണ്ടാവുന്നു, സ്ലീവ് ലിഫ്റ്റ് ആകുന്നു അല്ലെങ്കിൽ സ്ലീവ് ഡൗൺ ആകുന്നു. ഇനി സ്ലീവ് ഡസ് നോട്ട് മൂവ്, സ്ലീവ് മൂവ് ചെയ്യുന്നതേ ഇല്ല. പിന്നെ സ്പീഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്, സ്പീഡ് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ആകുന്നില്ല. അപ്പൊ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പറയല്ലേ, ചില ആളുകൾ ഭയങ്കര സെൻസിറ്റീവ് എന്ന് പറയല്ലേ, ചെറിയൊരു വിഷമം വന്നാൽ പോലും പെട്ടെന്ന് കരയും, അങ്ങനെ പറയാറില്ല. അല്ലെങ്കിൽ ചെറിയൊരു സന്തോഷം വന്നു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കും, അങ്ങനെ പറയാറില്ലേ. അത് വെച്ച് തന്നെ കണക്ട് ചെയ്ത് നോക്കുക. നോക്കിയേ, സ്മോൾ ചേഞ്ച്, ചെറിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, ലാർജ് സ്ലീവ് മൂവ്മെന്റ് ഉണ്ടാകുന്നു. അപ്പൊ ചെറിയൊരു സ്പീഡ് വേരിയേഷൻ വഴി എന്ത് സംഭവിക്കുന്നു, സ്ലീവ് മൂവ്മെന്റ് വളരെ കൂടുതലായിട്ട് സംഭവിക്കുന്നു. അതാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി എന്നുള്ള മീനിങ്. അപ്പൊ ഒരു ഗവർണർ സെൻസിറ്റീവ് ആവണമെങ്കിൽ അത് എപ്പോഴായിരിക്കണം, ചെറിയൊരു സ്പീഡ് വേരിയേഷൻ വഴി നമ്മുടെ സ്ലീവ് ലിഫ്റ്റ് അല്ലെങ്കിൽ സ്ലീവിന്റെ മൂവ്മെന്റ് ഒരുപാട് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ആ ഗവർണർ വളരെ സെൻസിറ്റീവ് ആണ്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. എ സെൻസിറ്റീവ് ഗവർണർ റെസ്പോൺസ് സിഗ്നിഫിക്കന്റ്ലി ടു സ്മോൾ സ്പീഡ് ചേഞ്ചസ്. ഒരു ചെറിയ സ്പീഡ് ചേഞ്ചിന് വരെ എന്തുണ്ടാകുന്നുണ്ട്, ഗവർണർ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. അതാണ് എന്ത്, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഹണ്ടിങ് ഇൻ എ ഗവർണർ മീൻസ്. ഒരു ഗവർണറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഹണ്ടിങ് എന്താണ്? ഓക്കെ, ഹണ്ടിങ് എന്ന് വെച്ചാൽ ജസ്റ്റ് സിമ്പിൾ വേർഡ് ആണ്, ഒന്നുമില്ല. ഈ ഒരു ഗവർണറിന്റെ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓസിലേഷൻ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഗവർണർ എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ നോക്കിയാൽ ഗവർണർ റിമെയിൻ സ്റ്റേഷനറി, കണ്ടിന്യൂസ് ഓസിലേഷൻ ഓഫ് ഗവർണർ ബോൾസ് ആൻഡ് സ്ലീവ്, എക്സസ് ലൂബ്രിക്കേഷൻ, എക്സസ് പവർ ജനറേഷൻ. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഹണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, കണ്ടിന്യൂസ് ഓസിലേഷൻ എന്നൊരു പേരുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ഗവർണറിന്റെ ബോൾസും സ്ലീവും കണ്ടിന്യൂസ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ ഒരു ഗവർണർ ഹണ്ടിങ്ങിലാണ് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് നോക്കിയേ, ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഹണ്ടിങ് റെഫേഴ്സ് ടു റിപ്പീറ്റഡ് ഓസിലേഷൻ അറൌണ്ട് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. നമ്മുടെ ഗവർണറിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എബൌട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ടൊരു ഓസിലേറ്ററി മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ ഗവർണർ കഴിഞ്ഞു. അടുത്ത് നോക്കിയാൽ ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഫ്ലൈവീൽ. ഫ്ലൈവീലിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൈവീലിന്റെ മെയിൻ ഫംഗ്ഷൻ നോക്കിയേ, കൺട്രോൾ മീൻ സ്പീഡ്. അതാരുടെ ഫംഗ്ഷൻ? അത് നമ്മുടെ ഗവർണറിന്റെ ഫംഗ്ഷൻ ആണ്. നമ്മുടെ ഗവർണറിന്റെ ഫംഗ്ഷൻ ആണ്. പിന്നെ സ്റ്റോർ റൊട്ടേഷൻ എനർജി, റെഡ്യൂസ് ഫ്രിക്ഷൻ, ഇൻക്രീസ് പ്രഷർ. ഇതൊന്നും എന്താണ്, നമ്മുടെ ഫ്ലൈവീലുമായിട്ട് കണക്ട് ആയിട്ടുള്ള ടേംസ് അല്ല. പിന്നെ നമ്മുടെ ഓപ്ഷൻ ഏതാ, ലെഫ്റ്റ് ഉള്ള ഏതാ, സ്റ്റോർ റൊട്ടേഷണൽ എനർജി. നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്നത് എല്ലാ സമയത്തും നമ്മുടെ ഒരേപോലുള്ള എനർജി അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ എന്താ, കൂടുതൽ എനർജിയും ചില സമയങ്ങളിൽ കുറഞ്ഞ എനർജിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ആ എനർജി നമുക്ക് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. ആ എനർജിയെ സ്റ്റോർ ചെയ്യുന്ന ഒരു പാർട്ടാണ് എന്ത്, ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, സ്റ്റോർ റൊട്ടേഷണൽ എനർജി ആണ് എന്ത്, നമ്മുടെ ഫ്ലൈ വീലിന്റെ ഫംഗ്ഷൻ. ഈ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുക മാത്രമല്ല, എപ്പോഴാണോ എനർജി നമുക്ക് വേണ്ടത് ആ സമയത്ത് ഫ്ലൈ വീൽ എന്ത് ചെയ്യുന്നു, ഈ എനർജി എഞ്ചിന് സപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പൊ എനർജി ഫ്ലൈ വീൽ എന്ന് പറയുന്നത് ഒരു റിസർവോർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. എക്സസ് ആയിട്ട് വരുന്ന സമയത്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കുകയും അതിനൊരു സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ക്ഷാമം വരുന്ന സമയത്ത് അതിനെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ നോക്കിയാൽ ഫ്ലൈ വീൽ സ്റ്റോർ എക്സസ് എനർജി ആൻഡ് റിലീസസ് വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്. എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് ആ ഒരു എക്സസ് എനർജി എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ഫ്ലൈ വീലിന്റെ ഫംഗ്ഷൻ. റൊട്ടേഷണൽ എനർജിയെ സ്റ്റോർ ചെയ്യുന്നത് ആരാ, ഫ്ലൈ വീൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, എ ഫ്ലൈ വീൽ ഡിഫേഴ്സ് ഫ്രം എ ഗവർണർ ബിക്കോസ് ഇറ്റ്. ഒരു ഫ്ലൈ വീല് ഗവർണറുമായിട്ടൊരു വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. കൺട്രോൾ സ്പീഡ് ഫ്ലക്ച്വേഷൻ വിത്തിൻ എ സൈക്കിൾ, കൺട്രോൾ മീൻ സ്പീഡ്, റെഗുലേറ്റ് ഫ്യൂവൽ സപ്ലൈ, കൺട്രോൾ ലോഡ്. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയുള്ള എന്താണ്, ഫ്ലൈ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്പീഡ് ഫ്ലക്ച്വേഷനും അതേപോലെ തന്നെ അല്ലെങ്കിൽ എനർജി ഫ്ലക്ച്വേഷനും അതേപോലെ തന്നെ ഗവർണർ എന്ന് പറയുന്നത് എന്താണ്, മീൻ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ടറാണ്. അല്ലെങ്കിൽ ഒരു മീൻ സ്പീഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ ഗവർണർ ആണെന്നും എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ, സ്പീഡ് ഫ്ലക്ച്വേഷൻ
എനർജി ഫ്ലക്ച്വേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫ്ലൈ വീലാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ആണ്. ഫ്ലൈ വീൽ എന്താ ചെയ്യുന്നത്? കൺട്രോൾ സ്പീഡ് ഫ്ലക്ച്വേഷൻ വിത്തിൻ എ സൈക്കിൾ. അപ്പൊ നോക്കിയാൽ ഫ്ലൈ വീൽ റെഡ്യൂസ് സൈക്കിൾ സ്പീഡ് ഫ്ലക്ച്വേഷൻ, അത് ഓർത്തിരിക്കുക. ഗവർണേഴ്സ് ആണെങ്കിലോ കൺട്രോൾസ് ദ മെയിൻ സ്പീഡ്. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലൈ വീലില് എനർജി സ്റ്റോർഡ് ഇൻ എ ഫ്ലൈ വീൽ ഡിപ്പെൻഡ്സ് അപ്പോൺ. നമ്മുടെ ഫ്ലൈ വീൽ ഉണ്ടാകുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജി ഇല്ലേ, ഉണ്ടാകുന്നതല്ല സ്റ്റോർ ചെയ്ത് വെക്കുന്ന എനർജി, എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ നോക്കിയാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഐ അല്ലേ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് സ്പീഡ്, പിന്നെ പ്രഷർ ഓൺലി, ടോർക്ക് ഓൺലി, ലോഡ് ഓൺലി. ഈ ഒരു ഇപ്പം തന്നെ പറയുകയാണ് ഫ്ലൈ വീലിന് എന്തില്ല, ഈ സംഗതികളായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. നമ്മുടെ ഫ്ലൈ വീലിനകത്തുണ്ടാ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കൈനറ്റിക് എനർജി അല്ലെങ്കിൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2 I ω² ആണ്. ഈ I എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ സ്പീഡ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ കണക്ട് ആയില്ലേ? നോക്കിയേ, മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും സ്പീഡുമാണ് എന്ത് നമ്മുടെ ഈ ഒരു എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. സ്റ്റോർഡ് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു, ഈ ഒരു എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് സ്ക്വയർ ഓഫ് ദി ആംഗുലാർ സ്പീഡ്. നമ്മുടെ ഒമേഗയുടെ സ്ക്വയറിന്റെയും മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഒരു പ്രോഡക്റ്റിന് എന്താണ്? പ്രൊപ്പോർഷണൽ ആണ് നമ്മുടെ കൈനറ്റിക് എനർജി. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. അപ്പൊ 1/2 I ω² ആണ് നമ്മുടെ ഫ്ലൈ വീലിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന റൊട്ടേഷണൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഗിയർ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ബിറ്റ്വീൻ പാരലൽ ഷാഫ്റ്റ്. ഇപ്പൊ രണ്ട് ഷാഫ്റ്റ് ഇങ്ങനെ എടുത്താൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഒരു ഷാഫ്റ്റിലേക്ക് ഞാൻ പവർ കൊടുക്കുന്നു. ഈ പവറിന് ഇവിടേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഗിയർ എന്ന് പറയുന്നത് ഏതാണ്? സ്പർ ഗിയർ ആണ്. സ്പർ ഗിയറിന്റെ പ്രത്യേകത എന്താ? ടീത്ത് എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിരിക്കും, അതുപോലെ പാരലൽ ടു ഗിയർ ആക്സ് ആയിരിക്കും. ഓക്കെ, ഏകദേശം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജസ്റ്റ് ഒരു സൈഡ് വ്യൂ വരച്ചാൽ എങ്ങനെ ഇരിക്കും? ടീത്ത് എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റും ആയിരിക്കും, നമ്മുടെ ഈ ആക്സിന് പാരലായിട്ടായിരിക്കും നമ്മുടെ ആ ഗിയറിന്റെ ടീത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, പാരലായിട്ടുള്ള ഷാഫ്റ്റുകളിൽ പവർ കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗിയർ എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്പർ ഗിയർ ആണ്. അപ്പൊ സ്പർ ഗിയേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ബിറ്റ്വീൻ പാരലൽ ഷാഫ്റ്റ്. നമ്മുടെ പാരലൽ ഷാഫ്റ്റ് കേട്ട് തന്നെ ഓർത്തിരിക്കേണ്ടത് എന്താണ്? അത് സ്പർ ഗിയർ ആണ്. ഇനി തിരിച്ച് പെർപെൻഡിക്കുലർ ഷാഫ്റ്റുകൾ ആണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബിവൽ ഗിയർ ആണ്. ഓക്കെ, രണ്ട് ഷാഫ്റ്റുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ ഷാഫ്റ്റുകൾക്കിടയിലുള്ള പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഗിയേഴ്സ് ഏതാ? ബിവൽ ഗിയേഴ്സ് ആണ്. പാരലാണെങ്കിൽ സ്പർ ഗിയേഴ്സും ആണ്. ആ ഒരു ഇതിൽ കോഡ് വെച്ച് നിങ്ങൾ ഓർത്ത് വെക്കുക. പാരലാണെങ്കിൽ സ്പർ ഗിയറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ബിവൽ ഗിയർ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വെലോസിറ്റി റേഷ്യോ ഓഫ് എ സിമ്പിൾ ഗിയർ ഡ്രൈവ്. നമ്മൾ ഗിയർ ഡ്രൈവിന്റെ കേസുകളിൽ നമ്മൾ പറയുന്ന സമയത്ത് രണ്ട് ഗിയർ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഗിയർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡ്രൈവർ ഗിയർ, ഡ്രിവൺ ഗിയറും കാണില്ലേ? നിങ്ങൾ ഓർത്തിരിക്കുക, ഡ്രൈവർ ഗിയർ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് 1 എന്നും ഡ്രിവൺ ഗിയർ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് 2 എന്നുമാണ്. ഡ്രിവണിന് 2 എന്നുമാണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, നമ്മൾ ഈ വെലോസിറ്റി റേഷ്യോയ്ക്ക് പകരം നമ്മൾ ഗിയർ റേഷ്യോ പറയുകയാണ്. ഗിയർ റേഷ്യോ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ഡ്രൈവർ ബൈ ഡ്രിവൺ എന്നാണ്. എന്ത്? ഡ്രൈവർ ബൈ ഡ്രിവൺ എന്ന് വെച്ചാൽ ഗിയർ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഗിയറുകളുടെയും ടീത്തിന്റെ എണ്ണം വെച്ചിട്ടുള്ളൊരു റേഷ്യോ ആണ് ഗിയർ റേഷ്യോ എന്ന് പറയുമ്പോൾ. അപ്പൊ ഗിയർ റേഷ്യോ നമ്മൾ പറയുന്ന കേസുകളിൽ ഗിയർ റേഷ്യോ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് T1/T2 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടീത്ത് ഇൻ ഡ്രൈവർ വീല് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ഇൻ ഡ്രിവൺ വീല്. അപ്പൊ 1 എന്ന് വെച്ചാൽ ഡ്രൈവറും 2 എന്ന് വെച്ചാൽ ഡ്രിവണും ആണ്. ഇതിന്റെ റെസിപ്രോക്കലാണ് വെലോസിറ്റി റേഷ്യോ. അപ്പൊ വെലോസിറ്റി റേഷ്യോ പറയുന്ന സമയത്ത് നമ്മൾ സ്പീഡാണ് പറയുന്നത്. എന്താണ്? നേരെ തിരിച്ചു വേണം എഴുതാൻ. എന്ന് വെച്ചാൽ N1/N2 എന്ന് എഴുതിയത് N2/N1 എഴുതുക. എന്ന് വെച്ചാൽ എന്താണ്? സ്പീഡ് ഓഫ് ഡ്രിവൺ ഗിയർ ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് ഡ്രൈവർ ഗിയർ ആണ്. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ഡ്രൈവർ ടീത്ത് ഡിവൈഡ് ബൈ ഡ്രിവൺ ടീത്ത്, ഡ്രിവൺ ടീത്ത് ബൈ ഡ്രൈവർ ടീത്ത്, പിച്ച് ഡയമീറ്റർ ബൈ മൊഡ്യൂള്, അഡെൻഡം ബൈ ഡിഡെൻഡം. നമ്മുടെ ഈ ഒരു വെലോസിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഓപ്ഷൻ കൺസിഡർ ചെയ്താൽ മതി. കാരണം എന്ന് വെച്ചാൽ T1/T2 ഈസ് ഈക്വൽ ടു ഒരു കണക്ടിങ് റിലേഷൻ ഉണ്ട്. T1/T2 എന്ന് വെച്ചാൽ എന്താണ്? N2/N1 ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഇത് വെച്ച് കണക്ട് ചെയ്ത് നോക്കിയേ, ഇതല്ലേ ആൻസർ? ഡ്രിവൺ ടീത്ത് ബൈ
ഡ്രൈവർ ടീത്ത്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. അപ്പൊ നോക്കിയേ, ഡ്രിവൺ ടീത്ത് ബൈ ഡ്രൈവർ ടീത്ത് എന്ന് വെച്ചാല് നമ്മുടെ ടീത്തിന്റെ കേസിൽ നോക്കുമ്പോൾ എന്താ T2/T1 എന്നും, അതുപോലെ നമ്മൾ സ്പീഡ് വെച്ചാണെങ്കിൽ നേരെ തിരിച്ചുമാണ് വരിക. നോക്കിയാൽ വെലോസിറ്റി റേഷ്യോ ഈക്വൽസ് ടീത്ത് ഓൺ ഡ്രിവൺ ഗിയർ ഡിവൈഡ് ബൈ ടീത്ത് ഓൺ ഡ്രൈവർ ഗിയർ. നിങ്ങൾ കൺഫ്യൂഷൻ ആകാതെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഗിയർ ട്രെയിൻ പ്രൊവൈഡ്സ് ഹയസ്റ്റ് വെലോസിറ്റി റേഷ്യോ. അപ്പൊ ഏറ്റവും കൂടുതൽ വെലോസിറ്റി റേഷ്യോ വരുന്ന ഗിയർ ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ, ഒന്നിലധികം ഗിയേഴ്സ് വെച്ച് നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് ഗിയർ ട്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ഗിയർ ഉണ്ട്, കോമൺ ഗിയർ ഉണ്ട്, റിവേർട്ടഡ് ഉണ്ട്, എപ്പിസൈക്ലിക് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിൽ നമ്മൾ മെഷർ ചെയ്യാൻ, അല്ലെ ഡിസ്റ്റൻസ് നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി റേഷ്യോ ഏറ്റവും കൂടുതൽ ഏതിനാ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ തന്നെയാണ്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻസ് അച്ചീവ് ലാർജ് വെലോസിറ്റി റേഷ്യോസ് ഇൻ ലിമിറ്റഡ് സ്പേസ്. ഒരു ചെറിയ സ്പേസിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലാർജ് വെലോസിറ്റി റേഷ്യോ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയർ ട്രെയിൻ ആണ് എന്ത്, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫയർ ട്യൂബ് ബോയിലർ. നമ്മൾ ബോയിലറിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ബോയിലറിന്റെ കേസ് പറയുമ്പോൾ രണ്ട് ടൈപ്പ് നമ്മൾ ഓൾറെഡി നമുക്കറിയാം. എന്തൊക്കെയാണ്, ഫയർ ട്യൂബ് ബോയിലേഴ്സും ഉണ്ട്, വാട്ടർ ട്യൂബ് ബോയിലേഴ്സും ഇല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ, ബെൻസൺ ബോയിലർ, ലെക്കാൻഷർ ബോയിലർ, ലോഫൽ ബോയിലർ. ഞാൻ പറയാണ്, ഈ എയും ബിയും ഡിയും എന്ന് പറയുന്നത് വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് ആണ്. എന്ന് വെച്ചാല് ഇതിന്റെ ഈ ഒരു ബോയിലേഴ്സിന്റെ കൺസ്ട്രക്ഷൻ പറയുന്ന സമയത്ത് ട്യൂബിനകത്തെല്ലാം വാട്ടറും പുറത്ത് എന്താണ്, ഹോട്ട് ഗ്യാസും ആണ് വരുന്നത്. പക്ഷേ ഈ ലെക്കാൻഷർ ബോയിലർ മാത്രമാണ് എന്ത്, നമ്മുടെ ഫയർ ട്യൂബ് ബോയിലർ. എന്ന് വെച്ചാല് നമ്മുടെ ട്യൂബിനകത്ത് എന്താണ്, ഹോട്ട് ഗ്യാസും ആ ട്യൂബിന് പുറത്തുനിന്ന് വരുന്ന വാട്ടറും ആയിരിക്കും വരിക. അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പൊ ഫയർ ട്യൂബ് ബോയിലർ ഏതല്ല ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ലെക്കാൻഷർ ബോയിലർ ആണ്. നമ്മുടെ ലെക്കാൻഷർ ബോയിലർ എന്ന് പറയുന്ന ഒരു ക്ലാസിക് ഫയർ ട്യൂബ് ബോയിലർ, ബെൻസൺ ബോയിലർ, ബാക്കി ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ, ലോഫൽ ബോയിലറും, അതുപോലെ ലാമോണ്ട് ബോയിലർ വേറൊരു ബോയിലർ ഉണ്ട്. അതെല്ലാം എന്താണ്, വാട്ടർ ട്യൂബ് ആണ്. നമുക്ക് ഇവിടെ ഉള്ളതിൽ ലെക്കാൻഷർ ബോയിലർ മാത്രമാണ് എന്ത്, ഫയർ ട്യൂബ് ബോയിലർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് എ ബോയിലർ മൗണ്ടിങ്. നമ്മൾ ബോയിലർ പറയുന്ന സമയത്ത് എപ്പോഴും പറയുന്ന രണ്ട് ടേംസ് ആണ്, ബോയിലർ മൗണ്ടിങ്ങും ബോയിലർ ആക്സസറീസും. ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്താ, ബോയിലർ മൗണ്ടിങ് ആണെങ്കിൽ നമ്മുടെ ബോയിലറിന് എസെൻഷ്യൽ ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് എന്ത്, ബോയിലർ മൗണ്ടിങ് എന്ന് പറയുന്നത്. അതേസമയം ബോയിലറിന്റെ എഫിഷ്യൻസി കൂട്ടാൻ അല്ലെങ്കിൽ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടതാണ് എന്ത്, ബോയിലർ ആക്സസറീസ് എന്ന് പറയുക. ഇപ്പൊ നിങ്ങൾ ഈ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എക്കണോമൈസർ, സൂപ്പർ ഹീറ്റർ, സേഫ്റ്റി വാൽവ്, എയർ പ്രീ ഹീറ്റർ, ഇതിൽ ഏറ്റവും മെയിൻ ആയി എസെൻഷ്യൽ ആയി ബോയിലർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ട് വേണ്ട കാര്യങ്ങളകത്ത് ഏതാണ്, സേഫ്റ്റി വാൽവ് അല്ലെ. കാരണം സേഫ്റ്റി വാൽവ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, അവിടെ ആക്സിഡൻസ് ഉണ്ടാകും. അപ്പൊ സേഫ്റ്റി വാൽവ് എന്ന് പറയുന്നത് ഒരു ബോയിലർ മൗണ്ടിങ് ആണ്. അതേസമയം എക്കണോമൈസർ, സൂപ്പർ ഹീറ്റർ, എയർ പ്രീ ഹീറ്റർ ഒക്കെ എന്താണ്, ബോയിലർ ആക്സസറീസാ. അല്ലെങ്കിൽ ബോയിലറിന്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബോയിലർ ആക്സസറീസ് എന്ന് പറയുന്നത്. അപ്പൊ സേഫ്റ്റി വാൽവ് ഈസ് ആൻ എസെൻഷ്യൽ ബോയിലർ മൗണ്ടിങ്. അപ്പൊ എസെൻഷ്യൽ എന്ന് കേട്ടാൽ നിങ്ങൾ എന്ത് ഓർത്തിരിക്കുക, അതല്ല എന്താണ്, ബോയിലർ മൗണ്ടിങ്സ് ആണ്. എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നതല്ല എന്താണ്, ബോയിലർ ആക്സസറീസ് ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എക്കണോമൈസർ ഈസ് ക്ലാസിഫൈഡ് ആസ്. എക്കണോമൈസർ എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കിയാലോ, ബോയിലർ മൗണ്ടിങ്, ബോയിലർ ആക്സസറി, ബോയിലർ ഷെല്ല്, ഫർണസ് പാർട്ട്. ഇത് രണ്ടും അല്ല നമുക്ക് മനസ്സിലാവും അല്ലെ, ബോയിലർ ഷെല്ലും അല്ലെങ്കിൽ ഫർണസ് പാർട്ടും ഒന്നും അല്ല എക്കണോമൈസർ വരുന്നത്. അപ്പൊ നമ്മൾ ഇത് രണ്ടും നോക്കിയാൽ മൗണ്ടിങ് ആണോ ആക്സറി ആണോ, മൗണ്ടിങ് എന്ന് വെച്ചാൽ എന്താണ്, എസെൻഷ്യൽ ആണ് അല്ലെ. അതേസമയം ആക്സറി ആണേലോ എഫിഷ്യൻസി കൂട്ടുന്നു. അപ്പൊ ഞാൻ പറയുന്നു ഈ എക്കണോമൈസർ, സൂപ്പർ ഹീറ്റർ, എയർ പ്രീ ഹീറ്റർ ഒക്കെ എന്താണ്, എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ എന്താണ്, ബോയിലർ ആക്സസറീസ് ആണ്. നമ്മുടെ ആൻസർ നോക്കിയാൽ ഓപ്ഷൻ ബി ആണ്. എക്കണോമൈസർ ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ആൻഡ് ഇറ്റ് ഇസ് എ ബോയിലർ ആക്സസറി. എഫിഷ്യൻസി കൂട്ടുന്നതുകൊണ്ട് തന്നെ അത് എന്താണത്, അതൊരു ബോയിലർ ആക്സസറി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ പിസ്റ്റൺ ഇൻ എ സ്റ്റീം എഞ്ചിൻ കൺവേർട്സ്. നമ്മുടെ സ്റ്റീം അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിനകത്തുള്ള പിസ്റ്റന്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, റോട്ടറി മോഷൻ ഇൻറ്റു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, ഹീറ്റ് ഇൻറ്റു ഇലക്ട്രിസിറ്റി. അത് നമുക്കറിയാം അല്ലേ, അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടാകുന്നില്ല.
സ്റ്റീം എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. അത് നമുക്ക് മനസ്സിലായി. അവിടെ എന്താണ് ഇലക്ട്രിക്കൽ എനർജി ഒന്നുമില്ല. ഇനി ഓപ്ഷൻ എ ആണോ സി ആണോ നോക്കാം. റോട്ടറി മോഷൻ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, നമ്മുടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് അല്ലേ. റെസിപ്രോക്കേറ്റിംഗ് മോഷൻ അല്ല റോട്ടറി മോഷൻ ആക്കുന്നത്. അപ്പൊ ഇതുമല്ല. അത് മാത്രമല്ല അത് പിസ്റ്റണിന്റെ ഫംഗ്ഷനും അല്ല. എന്താണ് കണക്റ്റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ടേംസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. ഇനി നമുക്കുള്ള എന്താണ് നമ്മുടെ അവിടെ കൊടുക്കുന്ന സ്റ്റീം എനർജിയെ നമുക്ക് ആവശ്യമുള്ള മെക്കാനിക്കൽ എനർജി ആയിട്ട് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കൊടുക്കുന്നത് ആരാണ്, നമ്മുടെ പിസ്റ്റൺ ആണ്. അപ്പൊ നോക്കിയാൽ സ്റ്റീം എനർജി ടു മെക്കാനിക്കൽ എനർജി, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. സ്റ്റീം പ്രഷർ ആക്ടിങ് ഓൺ ദ പിസ്റ്റൺ പ്രൊഡ്യൂസസ് മെക്കാനിക്കൽ വർക്ക്. ആ ഒരു സ്റ്റീം എഞ്ചിനകത്തുള്ള ആ സ്റ്റീമിന്റെ പ്രഷർ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ആ പ്രഷർ കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മെക്കാനിക്കൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി കാസ്റ്റേൺ ആണ്, മെറ്റീരിയൽ സയൻസ് ആണ് വരുന്നത്. ഗ്രേ കാസ്റ്റേൺ ഈസ് വൈഡ്ലി യൂസ്ഡ് ബിക്കോസ് ഓഫ് ഇറ്റ്സ്. നമ്മുടെ ഗ്രേ കാസ്റ്റേൺ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു, അല്ലെ വൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഹൈ ഡക്ടിലിറ്റി, എക്സലന്റ് മെഷീനബിലിറ്റി, ഹൈ ഇലാസ്റ്റിറ്റി, ലോ മെൽറ്റിംഗ് പോയിന്റ്. നമുക്ക് ഈ ഗ്രേ കാസ്റ്റേൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക എന്താണത്, അതിന് നല്ല മെഷീനബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഗ്രേ കാസ്റ്റേൺ എന്ന് പറയുമ്പോൾ എന്താണത്, എക്സലന്റ് മെഷീനബിലിറ്റി ആണ്. നല്ല നമുക്ക് മെഷീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാസ്റ്റേണിന്റെ ടൈപ്പ് ആണ് എന്ത്, ഗ്രേ കാസ്റ്റേൺ എന്ന് പറയുന്നത്. ഗ്രേ കാസ്റ്റേൺ ഓഫേഴ്സ് എക്സലന്റ് മെഷീനബിലിറ്റി ആൻഡ് ഡാമ്പിംഗ്. ഡാമ്പിംഗ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ വൈബ്രേഷൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റിയും കൂടെ ആർക്കുണ്ട്, ഗ്രേ കാസ്റ്റേൺ. നമ്മൾ ഈ മെഷീനിലൊക്കെ നമ്മൾ ലോഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഡാമിംഗ് ഉണ്ടാകത്തില്ലേ, ആ ഡാമിംഗ് അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടാകത്തില്ലേ, ആ വൈബ്രേഷനൊക്കെ ഡാമ്പ് ചെയ്ത് ആ എനർജിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വൈബ്രേഷൻ കുറച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേ കാസ്റ്റേൺ ഉപയോഗിക്കണം. കാരണം അതുകൊണ്ട് തന്നെയാണ് എന്ത്, ഗ്രേ കാസ്റ്റേണിന്റെ മെഷീനബിലിറ്റി എക്സലന്റ് ആണെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെയിൻലി കണ്ടെയ്ൻ. സ്റ്റെയിൻലെസ് സ്റ്റീലില് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു പ്രത്യേകത എന്താ, തുരുമ്പിക്കത്തില്ല അല്ലെ. അപ്പൊ തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ആഡ് ചെയ്യണം എന്ന് ഓർത്താൽ മതി. ക്രോമിയം ആണോ, ലെഡ് ആണോ, ടിൻ ആണോ, സിങ്ക് ആണോ, നമ്മൾ എപ്പോഴും ഒരു കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. കൊറോഷൻ എന്താണ്, കൊറോഷൻ പ്രിവെന്റ് ചെയ്യുന്നത് ക്രോമിയം എന്ന് ഓർത്തിരിക്കുക. എന്താണ് കൊറോഷൻ പ്രിവെന്റ് ചെയ്യുന്നത് ക്രോമിയം. അല്ലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പ്രത്യേകത എന്താണ്, അത് കൊറോഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അതിന്റെ ആൻസർ, ഓപ്ഷൻ എ ക്രോമിയം ആണ് എന്ത്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മെയിൻ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. ക്രോമിയം പ്രൊവൈഡ്സ് കൊറോഷൻ റെസിസ്റ്റൻസ് ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കൊറോഷൻ റെസിസ്റ്റന്റ് കാരണം ആരാ, ക്രോമിയം ആണ്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഇൻക്രീസസ് ഹാർഡ്നെസ് ഓഫ് സ്റ്റീൽ. നമ്മുടെ സ്റ്റീലിന്റെ ഹാർഡ്നെസ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഏത് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് യൂസ് ചെയ്യണം? അനീലിംഗ് ആണോ, നോർമലൈസിംഗ് ആണോ, ഹാർഡനിങ് ആണോ, ടെമ്പറിംഗ് ആണോ? ഇത് നമുക്ക് പേര് വെച്ച് പറയാൻ പറ്റും. നോക്കിയേ, ഹാർഡ്നെസ്, ഇവിടെ ഒരു ഹാർഡനിങ് ഇല്ലേ, അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. നമ്മൾ ഓർക്കുക, ഹാർഡ്നെസ് കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് എന്ത്, ഹാർഡനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഹാർഡനിങ് ഇൻക്രീസസ് ദ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ. സ്ട്രെങ്തും ഹാർഡ്നെസ് മാത്രമല്ല സ്ട്രെങ്തും കൂട്ടുന്നുണ്ട് എന്ത്, ഹാർഡനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി അടുത്തൊരു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബ്രാസ് ഈസ് ആൻ അലോയ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ലോഹസങ്കരങ്ങൾ അലോയ്സ് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു മെയിൻ അലോയ് ആണ് ബ്രാസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ചോദ്യം. കോപ്പർ ആൻഡ് സിങ്ക്, കോപ്പർ ആൻഡ് ടിൻ, അലൂമിനിയം ആൻഡ് കോപ്പർ, നിക്കൽ ആൻഡ് കോപ്പർ. നമ്മൾ ഒരു കണക്ടിങ് വേർഡ് പോലെ നമ്മൾ ചോർത്ത് വെക്കുക. ബ്രാസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, Cu+Z എന്ന് നോക്കുക. എന്താണ് Cu+Z? കോപ്പറും സിങ്കിന്റെയും കൂടെ അലോയ് ആണ് ബ്രാസ് എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. കോപ്പറും സിങ്കും കൂടെ ചേർന്നാണ് ബ്രാസ് ഉണ്ടാകുന്നത്. ബ്രാസ് ഈസ് പ്രൈമർലി മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. അപ്പൊ നമ്മുടെ ഈ ഒരു AMVയുടെ 4ാമത്തെ യൂണിറ്റിലെ ഓൾമോസ്റ്റ് എല്ലാ PYQs നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പഠിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇതുവരെ CC റീഡിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഈ ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. PSC പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.